ഒട്ടുമിക്ക ആളുകളിലുമുള്ള ചിന്താഗതിയാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല പക്ഷെ വേപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേപ്പും സിഗരറ്റും തമ്മിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? വേപ്പ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, സിഗരറ്റാണ് പ്രശ്നം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് യുവതലമുറ നമുക്കിടയിലുണ്ട്. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? രണ്ടും പ്രശ്നം തന്നെയാണ്. സിഗരറ്റും പ്രശ്നം തന്നെയാണ്, വേപ്പും പ്രശ്നം തന്നെയാണ്, ആൽക്കഹോളും പ്രശ്നം തന്നെയാണ്, സെഡൻഡറി ലൈഫും എല്ലാം പ്രശ്നം തന്നെയാണ്. ഇതിൽ വേപ്പ് പലരുടെ ഒരു തെറ്റിദ്ധാരണ, വേപ്പിൽ ജസ്റ്റ് നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ, അതർ സിഗരറ്റ് പോലെയുള്ള അതർ മെറ്റീരിയൽസ് അതിലില്ല എന്നുള്ളതാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റിൽ നിക്കോട്ടിനോടൊപ്പം തന്നെ ടാറ്, അതുപോലെ തന്നെ നമുക്ക് പേരറിയാത്ത 100 കണക്കിന് കെമിക്കൽസ് അതിലുണ്ട്. അതൊക്കെയാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നത്, ലങ് ക്യാൻസർ പോലെയുള്ള. ഇത് കൂടാതെ ടാർ ലങ്സിൽ അടിഞ്ഞു കൂടും. ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും ഉണ്ടാകുന്ന കേട്, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. ഇതിൽ നിന്ന് വേപ്പിന് എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേപ്പിൽ നിക്കോട്ടിനുണ്ട് പക്ഷെ ടാറില്ല. അപ്പോൾ ലങ്സിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും, പക്ഷെ ഹൃദയത്തെയും ബ്ലഡ് വെസൽസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്നത് നമുക്ക് വേറെ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുന്ന പല പല കാരണങ്ങൾ കൊണ്ട് ഫൈനലി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക്. ഇപ്പം നിക്കോട്ടിൻ ഉണ്ടെങ്കിൽ അത് ബ്ലഡ് പ്രഷർ കൂട്ടും, അത് ക്രമേണ ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. 2, ഹാർട്ട് റേറ്റ് കൂട്ടും. അതുപോലെ തന്നെ ഇത് ഈ ബ്ലഡ് പ്രഷർ കൂട്ടിയാലും ഹാർട്ട് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡിൻ്റെ സ്റ്റിക്കി നേച്ചർ കൂടും. അപ്പോൾ സ്റ്റിക്കി നേച്ചർ കൂടുമ്പോഴത്തേക്കും ക്ലോട്ട് ഉണ്ടാവും, കട്ട പിടിക്കും, അത് ഹാർട്ട് അറ്റാക്കിലോട്ട് നയിക്കും. ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, സ്ട്രോക്കും. അപ്പോൾ പിന്നെ അത് ഊഹിക്കാമല്ലോ. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ എൻഡോത്തീലിയം എന്ന് പറയുന്ന അകത്തെ ആവരണമുണ്ട്, അതിന് ഡാമേജ് ഉണ്ടാക്കും. ഇതെല്ലാം ചെയ്യും. ഇത് കൂടാതെ തന്നെ വേപ്പിലുള്ള വേറൊരു പ്രത്യേകത, അതിൽ കെമിക്കൽ ഫ്ലേവേഴ്സ് ഉണ്ടാവും, അത് നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ കേടാണ്. 2, ഇത് ഹെവി മെറ്റൽസ് ഉണ്ട്, അപ്പോൾ അതും ഈ പറയുന്ന ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും എന്ന് തന്നെയാണ്. രണ്ടിലും വ്യത്യാസമില്ല, എന്തായാലും ടാറില്ല എന്നുള്ളതാണ്. ഇനി വേറെ ധാരണ, ഇപ്പോഴത്തെ ചില സ്റ്റഡീസ് നടത്തുന്നത് സിഗരറ്റ് ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ പ്രശ്നമാണ് വേപ്പേഴ്സ് എന്നാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ തെറ്റിദ്ധരിക്കപ്പെടും, വേപ്പല്ലേ ഒരു കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് മുമ്പ് ഫ്ലേവേർഡാണ്, മുമ്പ് 5 സിഗരറ്റ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് ഒരു എക്സാമ്പിൾ ഒരു 1 അവർ എഫക്റ്റീവായിട്ട് ഒരു ഡേ സിഗരറ്റ് വലിച്ച ആൾ ചിലപ്പോൾ 5 മണിക്കൂർ വേപ്പ് വലിക്കും, ഇത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹെവി മെറ്റൽസിൻ്റെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം, ഈ പറഞ്ഞ നിക്കോട്ടിൻ തന്നെ ഇറ്റ്സെൽഫ് പ്രശ്നമാണ് വേപ്പിലുള്ള. പിന്നെ എന്താ ഡാമേജ് എൻഡോത്തീലിയൽ ഡാമേജസ്, ആൻഡ് ഫൈനലി അത് ഡെഫിനറ്റ്ലി ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. ഹൃദയാഘാതം ഒന്ന് നിയന്ത്രിക്കാനുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമുക്ക് ഭക്ഷണക്രമം എന്ന് ഉദ്ദേശിക്കുന്ന ഡയറ്റ് ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. ഡയറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജിയോഗ്രഫിക് ഏരിയ, അതായത് ഒരു ഏരിയയിലുള്ള ഒരു പോപ്പുലേഷനിലുള്ള അവരുടെ ഒരു പ്രത്യേക ഭക്ഷണക്രമ രീതിയാണ്. അത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക്, അതായത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള പ്രോണോ അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് സാധാരണ ഒരുപാട് ഡയറ്റ് പ്ലാൻസ് ഉണ്ടെങ്കിലും മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ഡയറ്റ് നല്ലതാണ്. മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ഡയറ്റിൽ കൂടുതലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഓൾ ഗ്രെയിൻസ്, മുഴുവൻ ധാന്യങ്ങൾ, പിന്നെ നട്ട്സ്, ഒലിവ് ഓയിൽ, ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ്. പക്ഷേ അവിടെയും പിന്നെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ആളിന് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാം, അങ്ങനെയുള്ള പ്രശ്നം. ഷുഗർ ഉള്ളവർക്കും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം, പക്ഷേ അത് മിതമായ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക അസുഖം ഉണ്ടെങ്കിൽ, കിഡ്നി ബന്ധമായിട്ടോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെറിയ മോഡിഫിക്കേഷൻസ് അതിൽ വരുത്തും. ചെറുപ്പക്കാർ ഏതൊക്കെ സമയത്തായിരിക്കണം ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടിയിരിക്കുന്നത്? ഓക്കെ, നമ്മുടെ 20s 30s തന്നെ ഒരു സേയിങ്സ് ഉണ്ട്, ഡോണ്ട് വെയിറ്റ് ഫോർ എ ഹാർട്ട് അറ്റാക്ക് ടു സ്റ്റാർട്ട് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. ഒരു 20s 30s തന്നെ അവർക്ക് അവരുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും സ്ക്രീനിങ് ടെസ്റ്റും അവർക്ക് ചെയ്യാവുന്നതാണ്. സ്ക്രീനിങ് ടെസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BP, കൊളസ്ട്രോൾ, ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുക. പിന്നെ ഫാമിലിയിലായിട്ട് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫർദർ കാർഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഫർദർ ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ TMT, പലരും പറയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി TMT ടെസ്റ്റ് പലപ്പോഴും സിംറ്റംസ് ഉള്ളവർക്കാണ് ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്. നേരത്തെ ആൻജിയോഗ്രാമും അക്യൂട്ട് സിംറ്റംസിന് ശേഷമാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞ അതർ സ്ക്രീനിങ് ടെസ്റ്റ്, BP, ഷുഗർ, കൊളസ്ട്രോള്, ഫെമിലിയലായിട്ടുള്ളവർക്ക് കൊറോണറി കാൽഷ്യം സ്കോർ നോക്കാം, ലിപ്പോപ്രോട്ടീൻ A നോക്കാം, ഇതൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ECG, ഡെഫിനറ്റ്ലി ECG എടുത്ത് നോക്കാം.
അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റും എക്സസൈസും ഏകദേശം ഒരു പരിധിവരെയും ഹാർട്ട് അറ്റാക്കിനെ തടയാൻ പറ്റും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ യുവതലമുറയോട് ഇതിനെ ഒരു പരിധിവരെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർട്ട് അറ്റാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അവർ ഡെയിലി എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 30 മിനിറ്റ്സ് പെർ ഡേ, അങ്ങനെ ഒരു 5 ദിവസം. അപ്പോൾ 30 മിനിറ്റ്സ് പെർ ഡേ 5 ദിവസം എന്ന് പറയുമ്പോൾ ഒരു 150 മിനിറ്റ് എങ്കിലും മിനിമം അവർ ചെയ്തിരിക്കണം. അത് ഒരു നമുക്ക് ജിമ്മിൽ പോയി ഹെവി വർക്കൗട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. റണ്ണിങ് ആവാം, ജോഗിങ് ആവാം, സ്വിമ്മിങ് ആവാം, സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആവാം. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 30 മിനിറ്റ്സ് മിനിമം ഡെയിലി ചെയ്യണം. അങ്ങനെ ഒരു മിനിമം 5 ദിവസമെങ്കിലും. രണ്ടാമത്തത് പുകവലി, ക്വിറ്റ് സ്മോക്കിംഗ്, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വേപ്പായിരുന്നു കഴിഞ്ഞാലും സിഗരറ്റ് ആയിരുന്നു കഴിഞ്ഞാലും. പിന്നെ ഉള്ളത് ഈ പറയുന്ന ഡയറ്റ് ഹാബിറ്റ്, കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഓൾ ഗ്രെയിൻസും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ്, നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ തന്നെ കൊക്കക്കോള, പെപ്സി, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ ഒഴിവാക്കണം. പിന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫിന് നമുക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പുറത്ത് വന്ന് താമസിച്ച് ജോലിയെടുക്കുന്ന ആൾക്കാർക്കാകുമ്പോഴത്തേക്കിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ജോബ് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ട്, വർക്ക് ലോഡ്, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സ്ട്രെസ്, ഫാമിലി ഉള്ളതിൻ്റെ അതിൻ്റെ എക്സ്പെൻസിൻ്റെ സ്ട്രെസ് കാണും, ഫാമിലി ഇല്ലാത്തതിൻ്റെ സ്ട്രെസ് കാണും. പിന്നെ ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഈ തരത്തിലുള്ള സ്ട്രെസ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി മുൻകൂട്ടിയുള്ള കരുതലുകൾ എടുക്കുക. പിന്നെ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള സ്ട്രെസ് റിലീവിങ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി അവർക്ക് മുൻകരുതലെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും കൂടെ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം.